നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി പാഠഭാഗമായ ദോ ഗൗരയ്യ രണ്ട് കുരുവികൾ എന്ന അധ്യായനത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഭീഷ്മ സാനി എഴുതിയ വളരെ മനോഹരമായ ഒരു കഥയാണിത്. ഈ കഥയിലൂടെ നമുക്ക് പ്രകൃതിയോടും ജീവികളോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കാം. ദോ ഗൗരയ്യ രണ്ട് കുരുവികൾ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. घर में हम 3 ही व्यक्ति रहते हैं, माँ, पिताजी और मैं. पर पिताजी कहते हैं कि ये घर सराय बना हुआ है. हम तो जैसे यहाँ मेहमान है, घर के मालिक तो कोई दूसरे ही है. എന്താ പറയുന്നത്? घर में हम 3 ही व्यक्ति रहते हैं. വീട്ടിൽ ഞങ്ങൾ 3 പേർ മാത്രമാണ് താമസിക്കുന്നത്. ആരൊക്കെയാ? മാ, പിതാജി ഓർ മേ. അമ്മ, അച്ഛൻ, പിന്നെ ഞാനും. पर पिताजी कहते हैं कि ये घर सराय बना हुआ है. പിതാജി എന്താ പറയുന്നത്? ഈ വീട് വഴിപോക്കർക്ക് താമസിക്കാനുള്ളൊരു താവളം പോലെ, അതായത് സത്രം. സരായ് എന്ന് പറഞ്ഞാൽ എന്താ? സത്രം. ये घर सराय बना हुआ है. ഇത് സത്രമായി മാറിയിരിക്കുകയാണ്. हम तो जैसे यहाँ मेहमान है, घर के मालिक तो कोई दूसरे ही है. എന്താ പറയുന്നത് അദ്ദേഹം? ഹം തോ ജേസെ യഹാ മെഹ്മാൻ ഹേ. ഞങ്ങൾ ഇവിടെ അതിഥികളാണ്. മെഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിഥികൾ. അതിഥികളെ പോലെയാണ്. ഘർ കെ മാലിക് തോ കൊയ് ദൂസരെ ഹി ഹേ. വീടിൻ്റെ മാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ. ഉടമസ്ഥൻ മറ്റാരോ ആണ്. ആംഗൻ മേ ആം കാ പേഡ് ഹേ. തരാ തരാ കെ പക്ഷി ഉസ് पर डेरा डाले रहते हैं. जो भी पक्षी पहाड़ियों खाड़ियों पर से उड़ता हुआ दिल्ली पहुंचता है, पिताजी कहते हैं वही सीधा हमारे घर पहुंच जाता है, जैसे हमारे घर का पता लिखवा कर लाया हो. यहाँ कभी तोते पहुंच जाते हैं, तो कभी कौवे और कभी तरह तरह की गौरैया. वह शोर मचता है कि कानों के पर्दे फट जाए, पर लोग कहते हैं कि പക്ഷി गा रहे हैं. എന്താ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? ആംഗൻ മേ ആം കാ പേട് ഹേ. ആംഗൻ എന്ന് പറഞ്ഞാൽ എന്താ? മുറ്റം. മുറ്റത്ത് ആം കാ പേട് ഹേ. മാവ്. നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ മാവ്. തരാ തരാ കി പക്ഷി ഉസ് പർ ഡേര ഡാലേ രേത്തെ ഹേ. ഈ മാവിൽ പല തരത്തിലുള്ള പക്ഷികൾ ഡേര ഡാലേ രേത്തെ ഹേ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പക്ഷികൾ അവിടെ കൂട് കൂട്ടി താമസിക്കുകയാണ്. जो भी पक्षी पहाड़ियों घाड़ियों पर से उड़ता हुआ दिल्ली पहुंचता है, पिताजी कहते हैं वही सीधा हमारे घर पहुंच जाता है, जैसे हमारे घर का पता लिखवा कर लाया हो. എന്താ പിതാജി പറയുന്നത്? കുന്നുകളിൽ നിന്നും താഴ്വരകളിൽ നിന്നും പറന്ന് പറന്ന് ഡൽഹിയിലെത്തുന്ന ഏത് പക്ഷിയും നേരെ ഞങ്ങളുടെ വീട്ടിലെത്തുന്നു. എങ്ങനെയാ? വീടിൻ്റെ വിലാസം എഴുതിക്കൊണ്ട് വന്നതുപോലെയാണ് അവർ നേരെ വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അച്ഛൻ പറയുന്നത്. എന്താ? പഹാഡിയോം ഖാഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? കുന്നുകളും താഴ്വരകളും. പഹാഡിയോം ഖാഡിയോം പർസേ ഉടുത്ത ഹുവാ ദില്ലി പहुंचता है. ഉടുത്ത എന്ന് പറഞ്ഞാൽ എന്താ? പറന്ന് പറന്ന്. ദില്ലി പहुंचता है. പहुंचना എന്ന് പറഞ്ഞാൽ എന്താ? എത്തുക. പിതാജി कहते हैं वही सीधा हमारे घर पहुंच जाता है. നേരെ നമ്മുടെ വീട്ടിലേക്ക് വരിക അവർ. ജയ്സേ എങ്ങനെയാ? ഹമാരെ ഘർ കാ പത. പത എന്ന് പറഞ്ഞാൽ എന്താ? അഡ്രസ്. പത ലിഖ്വാക്കർ ലായാ ഹോ. അഡ്രസ്സ് എഴുതി കയ്യിൽ വെച്ച് നേരെ അന്വേഷിച്ച് വന്ന പോലെ നേരെ വീട്ടിലേക്ക് വരിക. യഹാ കഭി തോത്തെ പहुंच जाते हैं. ഇടയ്ക്കിടയ്ക്ക് എന്ത് വരാറുണ്ട്? തോത്തെ. തോത്തെ എന്ന് പറഞ്ഞാൽ പാരറ്റ്സ്. തത്ത. തത്തകൾ വരാറുണ്ട്. തോ കഭി കൗവേ. കാക്കകൾ. കൗവേ എന്താ? കാക്ക. കാക്കകൾ. പിന്നെ തരാ തരാക്കി ഗൗരയ്യാം. പല തരത്തിലുള്ള കുരുവികൾ. ഇതൊക്കെ വീട്ടിലേക്ക് വന്ന് ഈ മാവിൽ കൂട് കൂട്ടാറുണ്ട്. വ ഷോർ മച്താ ഹേ കി കാനോം കെ പർദേ ഫട്ട് ജായേ. ചെവിയുടെ പാടകൾ പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള വലിയ ശബ്ദം അവിടെ ഉണ്ടാകും. പക്ഷെ ആളുകൾ എന്താ പറയുന്നത്? പക്ഷികൾ പാടുകയാണെന്ന്. ലോഗ് കഹത്തെ ഹേ കി പക്ഷി ഗാ രഹേ ഹേ. ഘർ കെ അന്തർ ഭി യഹി ഹാൽ ഹേ. എന്താ? വീടിനുള്ളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഘർ കെ അന്തർ. വീടിനുള്ളിൽ. യഹി
ഹാൽ ഹേ. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? അവസ്ഥ. ബീസിയോം തോ ചൂഹേ ബസ്തേ ഹേ. എങ്ങനെയാ? ബീസിയോം തോ 20 കണക്കിന്, 20ഓളം ചൂഹേ. ചൂഹേ എന്താ? എലി. എലികൾ അവിടെ താമസിക്കുകയാണ്. രാത് ഭർ ഏക് കമരേ സെ ദൂസരേ കമരേ മേ ഭാഗ്തേ ഫിർത്തേ ഹേ. രാത്രിയായാൽ എന്താ ഇവരുടെ പരിപാടി? ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഇങ്ങനെ പാഞ്ഞ് നടക്കുക. വഹ് ധമാ ചൗക്കടി മസ്തി ഹേ കി ഹം ലോഗ് ടീക് തര സെ സോ ഭി നഹി പാത്തേ. എന്താ? അവർ അത്രയധികം ബഹളം വയ്ക്കും. അത് കാരണം ഞങ്ങൾക്ക് ആർക്കും നേരെ ഉറങ്ങാൻ പോലും പറ്റില്ല. എലികളുണ്ടാക്കുന്ന ശബ്ദവും ബഹളവും കാരണം വീട്ടിലുള്ളവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അത് എത്രത്തോളം ശല്യം ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എലികളുടെ ഈ ഒരു ശല്യം. ബർത്തൻ ഗിർത്തേ ഹേ, ഡിബ്ബെ ഖുൽത്തേ ഹേ, പ്യാലെ ടൂട്ട്തേ ഹേ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ബർത്തൻ ഗിർത്തേ ഹേ. ബർത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? പാത്രങ്ങൾ. പാത്രങ്ങൾ ഗിർത്തേ ഹേ വീഴുന്നു. ഡിബ്ബെ ഖുൽത്തേ ഹേ. ഡിബ്ബെ എന്ന് പറഞ്ഞാൽ എന്താ? ടിന്നുകൾ തുറക്കും. എന്തെങ്കിലും സാധനങ്ങൾ, ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ടിന്നുകളൊക്കെ ഇവർ തുറക്കും. അതിൻ്റെ ശബ്ദം. പ്യാലെ ടൂട്ട്തേ ഹേ. കപ്പും സോസറുകളും ഇല്ലേ? കപ്പും സോസറുകളും നമ്മൾ വളരെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കപ്പും സോസറും ഒക്കെ തള്ളി നിലത്തിട്ട് പൊട്ടിക്കും. एक चूहा अंगीठी के पीछे बैठना पसंद करता है. ഒരു എലി, ഒരുത്തിന് എന്താ ഇഷ്ടം? അങ്കീഠി കെ പീച്ചെ ബൈഠന. അങ്കീഠി എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പിൻ്റെ പുറകിലിരിക്കുന്നതാ ഒരു എലിക്ക് ഇഷ്ടം. ഷായദ് ബൂഠാ ഹേ ഉസേ സർദി ബഹുത് ലഗ്തി ഹേ. എന്തുകൊണ്ടായിരിക്കും അത് അങ്കീഠിയുടെ പുറകിലിരിക്കുന്നത്? അവൻ ഷായദ് ബൂഠാ ഹേ, ചിലപ്പോൾ വയസ്സനായ എലിയായിരിക്കും. അതുകൊണ്ട് അവന് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി അവൻ അങ്കീഠിയുടെ പുറകിൽ പോയിരിക്കുന്നത്. ഏക് ദൂസറാ ഹേ ജിസേ ബാത്റൂം കി ടങ്കി പർ ചഡ്കർ ബൈഠന പസന്ത് ഹേ. വേറൊരുത്തനുണ്ട്, അവനെന്താ ഇഷ്ടം? ബാത്റൂമിൻ്റെ വാട്ടർ ടാങ്കുണ്ട്, ടാങ്കിൻ്റെ മുകളിൽ കയറിയിരിക്കണം, അതാ അവനിഷ്ടം. ഉസേ ഷായദ് ഗർമി ബഹുത് ലഗ്തി ഹേ. ഇവിടെ നേരെ തിരിച്ചാ. ഒരു വയസ്സനായ എലിക്ക് അടുപ്പിൻ്റെ പുറകിലിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ വേറൊരുത്തിന് ബാത്റൂമിലെ ടാങ്കിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇഷ്ടം. അതെന്താ? ഇവന് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവന് ബാത്റൂമിൽ പോയി ടാങ്കിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ബില്ലി ഹമാരെ ഘർ മേ രഹതി തോ നഹി മഗർ ഘർ ഉസേ ഭി പസന്ത് ഹേ. ബില്ലി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ല. ബില്ലി എന്താ? പൂച്ച നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ല, പക്ഷേ ഘർ ഉസേ ഭി പസന്ത് ഹേ, വീട് അവനും ഇഷ്ടമാണ്. ഓർ വ കഭി കഭി ഛാങ് ജാതി ഹേ. എന്താ? ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കും. മൻ ആയാ തോ അന്തർ ആകർ ദൂത് പീ ഗയി, ന മൻ ആയാ തോ ബാഹർ സെ ഹി ഭിരാവുങ്കി കേക്കർ ചലി ജാതി ഹേ. എന്താ? അവൻ വന്ന് എത്തി നോക്കിയിട്ട് അവന് ഒരു മനസ്സ് തോന്നുകയാണെങ്കിൽ അവൻ അകത്ത് വന്ന് അന്തറാക്കർ, അകത്ത് വന്നിട്ട് ദൂത് പീ ഗയി, പാല് കുടിക്കും. നമനായാത്തോ, മനസ്സ് തോന്നിയില്ലെങ്കിലോ ബാഹർ സെ ഹി ഫിർ ആവുങ്കി കേക്കർ ചലി ജാതി ഹേ. പുറത്തു നിന്ന് തന്നെ എത്തി നോക്കിയിട്ട് പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ വഴിക്ക് തിരിച്ചു പോവും. ഷാം പടുത്തെ ഹി ദോ തീൻ ചമഗാദട് കമറോം കെ ആർ പാർ പൈർ ഫൈലാത്തെ കസരത്ത് കർനെ ലഗ്തേ ഹേ. ഷാം ആത്തെ ഹി, വൈകുന്നേരം ആവുന്നതോടുകൂടി ദോ തീൻ ചംഗാദഡ്. ചംഗാദഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബാറ്റ്സ്, വവ്വാലുകൾ കമരോങ്കി ആർപ്പാർ പയർ ഫൈലാത്തേ, മുറികളുടെ അകത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പർ എന്ന് പറഞ്ഞാൽ എന്താ? ചിറക്. ഫൈലായേ, പർ ഫൈലായ എന്ന് പറഞ്ഞാൽ ചിറക് വിടർത്തി കസ്രത്ത് കർണേ ലഗ്തേ ഹേ. കസ്രത്ത് എന്ന് പറഞ്ഞാൽ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഘർ മേ കബൂത്തർ ഭി ഹേ. ഇതൊന്നുമല്ല, ഇനി ആരുണ്ട് വേറെ? കബൂത്തർ എന്ന് പറഞ്ഞാൽ എന്താ? പിജിയൻസ്, പ്രാവുകളുമുണ്ട്. ദിൻ ഭർ കുട്ടർ ഗൂം കാ സംഗീത് സുനായി ദേത്താ രഹതാ ഹേ. പ്രാവുകൾ എങ്ങനെയാണ് വിളിക്കുന്നത്? നമ്മുടെ മച്ചുംപുറത്തൊക്കെ ഇരുന്നിട്ട് പ്രാവുകൾ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, സ്കൂളിൻ്റെയൊക്കെ ചുമരുകളുടെ മുകളിൽ ഓടിട്ട കെട്ടിടങ്ങളുടെയൊക്കെ വശങ്ങളിൽ പ്രാവുകൾ കൂട് കൂട്ടുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു സൗണ്ടില്ലേ, കുട്ടർ ഗൂം എന്ന് വിളിക്കില്ലേ? അവർ ദിവസം മുഴുവനും ഗുട്ടർഗൂം എന്ന സംഗീതം സുനായി ദേത്താ രഹതാ ഹേ. ഇത്തനെ ഭർ ഭി ബസ് നഹി, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഘർ മേ ചിപ്കലിയ ഭി ഹേ.
എന്തുണ്ട്, വേറെ ആരാ വീടിനകത്തുള്ളത്? ചിപ്കലിയ. ചിപ്കലിയ എന്ന് പറഞ്ഞാൽ ലിസാർഡ്സ്, പല്ലികൾ. चिपकलियाँ भी है और चींटियों चींटियों की तो जैसे भौज ही झावनी डाले हुए है. വേറെ ആരൊക്കെയാ ഉള്ളത്? പല്ലികളെ കൂടാതെ കടന്നലുകളും ചീണ്ടി, ഉറുമ്പുകൾ. ചീണ്ടിയോങ്കിത്തോ ഉറുമ്പുകളുടെ ആണെങ്കിലോ ജैसे ഭൗജ് ഹി ഝാവനി ഡാലെ ഹുയെ ഹേ, അവർ ഒരു സൈന്യം, ഒരു ഫോഴ്സ്, ഒരു പട്ടാളം വരുന്ന പോലെയാണ്. അവരുടെ ഒരു സൈന്യം താവളം അടിച്ചതുപോലെ അത്രയും ഉറുമ്പുകൾ അവിടെ. अब एक दिन दो गौरैया सीधी अंदर घुस आई और बिना पूछे उड़ उड़कर मकान देखने लगी. പിന്നെന്താ സംഭവിച്ചേ? ഒരു ദിവസം ദോ ഗൗരയ്യ, രണ്ട് കുരുവികൾ നേരെ അകത്തേക്ക് വന്നിട്ട്, വീടിനകത്തേക്ക് വന്നിട്ട്, ബിനാ പൂച്ചേ, ചോദിക്കാൻ പറയുമൊന്നും ചെയ്യാതെ, ഉഡ് ഉടുക്കർ മക്കാൻ ദേഖ്നെ ലഗി, പറന്ന് പറന്ന് വീടിനകമൊക്കെ നോക്കാൻ തുടങ്ങി. വീടിനകത്ത് പറന്ന് വീടിനകമൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. പിതാജി कहने लगे कि मकान का निरीक्षण कर रही है कि उनके रहने योग्य है या नहीं. പിതാജി ഇത് കണ്ടിട്ട് പിതാജി എന്താ പറഞ്ഞേ? മക്കാൻ കാ നിരീക്ഷൻ കർ റഹി ഹേ കി, എന്താ അവർ വീടിൻ്റെ മക്കാൻ എന്ന് പറഞ്ഞാൽ വീട്, കെട്ടിടം, വീടിൻ്റെ നിരീക്ഷണം നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? കി ഉൻകെ രഹ്നെ യോഗ്യ ഹേ യാ നഹി, ഇതവർക്ക് താമസിക്കാൻ പറ്റിയതാണോ അല്ലേ എന്നുള്ള കാര്യം ഉറപ്പാക്കാനുള്ള നിരീക്ഷണം നടത്തുകയാണ്. കഭി വേ കിസി റേഷൻ ദാൻ പർ ജാ ബൈഠി തോ കഭി ഖിഡ്കി പർ. ഇങ്ങനെ നിരീക്ഷണം നടത്തുന്ന സമയത്ത് അവരെന്താ, ചിലപ്പോൾ കിസി റേഷൻ ദാൻ എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ, റൂമിൻ്റെ വെന്റിലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കുകയോ, തോ കഭി ഖിഡ്കി പർ, ചിലപ്പോൾ അതല്ലെങ്കിൽ വിൻഡോസിൽ, ജനലുകളിൽ പോയി ഇരിക്കുകയോ ചെയ്യും. ഫിർ ജൈസെ ആയി ധി വൈസെ ഹി ഉഡ് ഭി ഗയി, ചിലപ്പോഴാണെങ്കിലോ പറന്ന് വന്ന പോലെ തന്നെ അതേപോലെ അങ്ങ് തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. पर 2 दिन बाद हमने क्या देखा कि बैठक की छत में लगे पंखे के गोले में उन्होंने अपना बिछावन बिछा लिया है और सामान भी ले आई है और मज़े से दोनों बैठी गाना गा रही है. 2 ദിവസം കഴിഞ്ഞപ്പോൾ, पर 2 दिन बाद हमने क्या देखा, 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ദേഖാക്കി ബൈഠക് കി ഛത്ത് മേ, ബൈഠക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഛത്ത് റൂഫ്, ഛത്ത് മേ ലഗെ പങ്കേ, ആ ലിവിങ് റൂമിൻ്റെ റൂഫിൽ നമ്മൾ ഇട്ടിട്ടുള്ള പങ്കെ എന്ന് പറഞ്ഞാൽ ഫാൻ, പങ്കേക്ക് ഗോളേമേ, ആ ഫാനിൻ്റെ മുകളിൽ അതിൻ്റെ നടുക്കായിട്ട് ഉനോനെ അപ്പന ബിജാവൻ ബിജാലിയാഹേ, ഈ ഗൗരയെ, ഈ 2 കുരുവികൾ എന്ത് ചെയ്തു? അവരുടെ മെത്ത, കിടക്കയൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടിരിക്കുക. അവർ എന്ന് പറഞ്ഞാൽ അവരവിടെ കൂടുണ്ടാക്കി. ഓർ സാമാൻ ഭി ലേ ആയി ഹേ, അവരുടെ ആവശ്യപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല, അതൊക്കെ കൊണ്ടുവന്ന് ഓർ മജേസെ ദോനോ ബൈഠി ഗാനാ ഗാരഹി ഹേ, ഇവർ 2 പേരും കൂടി കൂടുണ്ടാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. അതിലിരുന്ന് നല്ല പാട്ടൊക്കെ പാടി അങ്ങനെ രസിച്ചിരിക്കുകയാണ്. ജാഹിർ ഹേ ഉനെ ഘർ പസന്ത് ആ ഗയാ ഥാ. എന്താ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്ക് വീട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ജാഹിർ ഹേ ഉനെ ഘർ പസന്ത് ആ ഗയാ ഥാ, തീർച്ചയായും അവർക്ക് വീട് ഇഷ്ടമായിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. മാ और पिताजी दोनों सोफे पर बैठे उनकी ओर देख जा रहे थे. थोड़ी देर बाद माँ सिर हिलाकर बोली, अब तो ये नहीं उड़ेंगी, पहले इन्हें उड़ा देते तो उड़ जाती, अब तो इन्होंने यहाँ घोंसला बना लिया है. क्या चल रहा है अभी? ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാ ഓർ പിതാജി ദോനോ സോഫേ പർ ബൈഠേ ഉൻകി ഓർ ദേഖേ ജാ രഹേ ഥേ. അമ്മയും അച്ഛനും സോഫയിലിരുന്ന് ഈ കുരുവികളെ നോക്കുകയായിരുന്നു. അപ്പോൾ മാ ഥോടി ദേർ ബാദ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട്, മാ സിർ ഹിലാക്കർ ബോലി, അമ്മ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി ഇവ പറന്നു പോകില്ല. അബ് തോ യെ നഹി ഉഡേങ്കി പെഹലെ ഇനെ ഉഡാ ദേത്തെ, മുൻപ് ഇവയെ ഓടിച്ചിരുന്നുവെങ്കിൽ അവ പോകുമായിരുന്നു, ഇപ്പോൾ
ഇവ പോകില്ല. കാരണം എന്താ? അബ് തോ ഇന്നോംനെ യഹാ ഘോസല ബനാ ലിയാ ഹേ. ഇപ്പോൾ അവരിവിടെ കൂടുണ്ടാക്കിയിട്ടുണ്ട്. കൂടുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ പോകില്ലെന്ന് അമ്മ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇസ് പർ പിതാജി കോ ഗുസ്സ ആ ഗയാ. ഇത് കേട്ടിട്ട്, അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അച്ഛന് ദേഷ്യം വന്നു. വ ഉഠ് ഖടേ ഹുए और बोले, देखता हो ये कैसे यहाँ रहती है? गौरैया मेरे आगे क्या चीज़ है? मैं अभी निकाल बाहर करता हूँ. അച്ഛന് ദേഷ്യം വന്നിട്ട് ഉഠ് ഖടേ ഹുए എഴുന്നേറ്റ് നിന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞു, देखता हो ये कैसे यहाँ रहती है? ഇതിവിടെ എങ്ങനെയാണ് ഇവരിവിടെ താമസിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗൊരയ്യ മേരെ ആകെ ക്യാ ചീസ് ഹേ. എൻ്റെ മുന്നിൽ ഈ കുരുവികൾ എന്ത് സാധനമാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയാ, എൻ്റെ മുന്നിൽ ഈ കുരുവികൾ വെറും നിസ്സാരക്കാരാണ്. മയാഭി നികാൽ ബാഹർ കർത്താഹു. ഇവരെ ഇപ്പോൾ തന്നെ ഞാൻ പുറത്താക്കും. छोड़ो जी, चूहों को तो निकाल नहीं पाए, अब चिड़ियों को निकालेंगे, माँ ने व्यंग्य से कहा. അപ്പോൾ പിതാജി ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ഇവരെ ഞാൻ ഇന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അമ്മ പറയുക, ചോടോ ജി, വിട്ടേക്കൂ, ചൂഹോക്കോ തോ നികാൽ നഹി പായേ. എലികളെ പോലും പുറത്താക്കാൻ കഴിഞ്ഞില്ല. ചൂഹോ എന്ന് പറഞ്ഞാൽ എന്താ? എലികൾ. എലികളെ പോലും പുറത്താക്കാൻ കഴിഞ്ഞില്ല. അബ് ചിടിയോങ്കോ നികാലെങ്കി. ഇപ്പോൾ പക്ഷികളെ പുറത്താക്കുന്നത് അമ്മ ഒരു കളിയാക്കുന്നത് പോലെ അച്ഛനോട് പറഞ്ഞു. മാ കോയി ബാത് വ്യംഗ്യ മേ കഹേ തോ പിതാജി ഉബൽ പടുത്തേ ഹേ. അമ്മ എന്തെങ്കിലും ഇങ്ങനെ പരിഹാസ രൂപേണ പറഞ്ഞാൽ അച്ഛന് ദേഷ്യം വരും, കോപം വരും. വോ സമജ്തേ ഹേ കി മാ ഉൻകാ മജാക് ഉഡാ രഹി ഹേ. അച്ഛന് എന്ത് മനസ്സിലാകും? ഇങ്ങനെ അമ്മ ഇതുപോലെ എന്തെങ്കിലും കളിയാക്കി പറയുമ്പോൾ അപ്പോഴത്തേന് അച്ഛന് ദേഷ്യം വരും. കാരണം എന്താ? അദ്ദേഹത്തിന് മനസ്സിലാവും അമ്മ അച്ഛനെ കളിയാക്കുകയാണെന്ന്. വോ ഫൗറൻ ഉഠ് ഖടേ ഹുए और पंखे के नीचे जाकर जोर से ताली बजाई और मुंह से शा शू कहा, बाहें छुलाई, फिर खड़े खड़े कूदने लगे, कभी बाहें छुलाते कभी शा शू करते. അച്ഛൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉടൻ തന്നെ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് ഫാനിൻ്റെ താഴെ പോയി ഉച്ചത്തിൽ കൈകൊട്ടി. വഹ് ഫൗറൻ ഉഠ് ഖടേ ഹുए और पंखे के नीचे जाकर जोर से താലി ബജായി. താലി ബജായി എന്ന് പറഞ്ഞാൽ എന്താ? കൈകൊട്ടുക, ക്ലാപ്പ് ചെയ്യുന്നതിനാ താലി ബജായി എന്ന് പറയുന്നത്. ഓർ മുഹ്സെ ഷാഷു എന്താണ്? വാ കൊണ്ട് ഷാ ഷു എന്നൊക്കെ ശബ്ദങ്ങളുണ്ടാക്കി. ബാഹേൻ ചുലായി. ബാഹേൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈകൾ ചുലായി വീശി. ബാഹേൻ ചുലായി. ഫിർ ഖടേ ഖടേ കൂദിനെ ലഗേ. പിന്നെന്ത് ചെയ്തു? അതൊന്നും പോരാഞ്ഞിട്ട് അവിടെ നിന്ന് ചാടാൻ തുടങ്ങി. നിന്ന നിപ്പിൽ ചാടാൻ തുടങ്ങി. കഹി ബാഹേ ചുലാത്തേ. ചാടുന്നതിനൊപ്പം കൈകൾ വീശി ചാടാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കഭി ശാശു കർത്തേ. ഇടയ്ക്കിടയ്ക്ക് ശാശു എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കൈകൾ വീശിക്കൊണ്ടും ചാടാൻ തുടങ്ങി. गौरैयों ने घोंसले में से सिर निकालकर नीचे की ओर झांक कर देखा और दोनों एक साथ चीम चीम करने लगी और माँ खिलखिलाकर हंसने लगी. ഈ സമയം കുരുവികൾ എന്ത് ചെയ്തു? ഗൗരയോംനെ ഘോസലേമേംസെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടിൽ നിന്ന്, ഫാനിൻ്റെ മുകളിൽ അവർ കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് സിർ നിക്കാൽക്കർ. സിർ എന്ന് പറഞ്ഞാൽ തല. അവരുടെ തല പുറത്തിട്ട് താഴേക്ക് നോക്കി. നീച്ചേക്ക് ഓർ ചാങ്കർ. താഴേക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ദോനോം ഏക് സാത്ത് ചീം ചീം കർണയിലകെ. രണ്ട് കുരുവികളും ഒന്നിച്ച് ചീം ചീം എന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത് കേട്ടിട്ട് അമ്മ ഖിൽഖിലാക്കർ ഹസ്നെ ലഗി. പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അമ്മ. പിതാജി കോ ഗുസ ആ ഗയാ, ഇസ്മേ ഹസ്നെ കി ക്യാ ബാത് ഹേ. ഇത് കേട്ടിട്ട് അമ്മയുടെ ചിരി കണ്ടിട്ട് പിതാജിക്ക് ദേഷ്യം. ഗുസ ആ ഗയാ, ദേഷ്യം വന്നു. ഇസ്മേ ഹസ്നെ കി ക്യാ ബാത് ഹേ. ഇതിലെന്താ എത്ര ചിരിക്കാൻ? മാ കോ ऐसे मौकों पर हमेशा मजाक सूझता है. हंस कर बोली, चिड़िया एक दूसरे से पूछ रही है कि ये आदमी कौन है और नाच क्यों रहा है. അമ്മ ഇത്തരം സന്ദർഭങ്ങളിൽ
അമ്മയ്ക്ക് എപ്പോഴും ഒരു തമാശയാണ് തോന്നാറുള്ളത്. മാക്കോ ഐസെ മോക്കോ, മോക്കോ എന്ന് പറഞ്ഞാൽ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അവസരങ്ങളിൽ, പർ ഹമേഷ എല്ലായ്പ്പോഴും, മജാക് സൂച്ച്താ ഹെ അമ്മയ്ക്ക് തമാശയാണ് തോന്നാറുള്ളത്. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്കർ ബോലി ചിടിയ ഏക് ദൂസരേ സെ പൂച്ച് രഹി ഹേ. കുരുവികൾ ഒന്ന് മറ്റൊരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, കി യഹാ യേ ആദ്മി കോൻ ഹേ, ആരാണ് ഈ ആത്മീ, താഴെ നിൽക്കുന്ന മനുഷ്യൻ ഇത് ആരാണ്? ഓർ നാച്ച് ക്യോ രഹാ ഹേ, ഈ മനുഷ്യൻ എന്തിനാണ് നൃത്തം ചെയ്യുന്നതെന്ന് പക്ഷികൾ പരസ്പരം ചോദിക്കുകയാണെന്ന് ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. തബ് പിതാജി കോ और भी ज़्यादा गुस्सा आ गया और वह पहले से भी ज़्यादा ऊंचा कूदने लगा. അമ്മയുടെ കളിയാക്കൽ കൂടിയപ്പോൾ അച്ഛൻ എന്ത് സംഭവിച്ചു? പിതാജിക്ക് ഓർ ഭി ജ്യാദ ഗുസ അഗയ, വീണ്ടും കൂടുതൽ ദേഷ്യം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ദേഷ്യം കൂടിയതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ജ്യാദ ഊഞ്ച കൂദിനെ ലഗ, കൂടുതൽ ഉയരത്തിൽ ചാടാൻ തുടങ്ങി. പിതാജി അവിടെ നിന്ന് ചാടിയും കൈവീശിയും ശബ്ദം ഉണ്ടാക്കിയൊക്കെ ഇവരെ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അമ്മ വീണ്ടും കളിയാക്കിയപ്പോൾ ദേഷ്യം കൂടിയിട്ട് പിതാജി എന്ത് ചെയ്തു? കൂടുതൽ ഉയരത്തിൽ ചാടാൻ തുടങ്ങി. गौरैयाम घोंसले में से निकल कर दूसरे पंखे के ഡൈനെ पर जा बैठी. അങ്ങനെ ആയപ്പോൾ കുരുവികൾ എന്ത് ചെയ്തു? അവർ കൂട്ടിൽ നിന്ന്, ഘോസലെ മേംസെ നികൽക്കർ, കൂട്ടിൽ നിന്ന് പുറത്ത് വന്ന് ദൂസരെ പങ്കെ കെ ഡൈനെ പർ ജാ ബൈഠി, മറ്റൊരു ഫാനിൻ്റെ ലീഫിൽ, ചിറകിൽ പോയിരുന്നു. ഉന്നെ പിതാജി കാ നാച്ചന ജैसे बहुत पसंद आ रहा था. അവർക്ക് അച്ഛൻ്റെ നൃത്തം വളരെ ഇഷ്ടപ്പെടുന്നത് പോലെ തോന്നി. മാ ഫിർ ഹസ്നെ ലഗി, യേ നികലേങ്കി നഹി ജി, അബ് ഇനോംനെ അണ്ടേ ദേ ദിയേ ഹോങ്കെ. അപ്പോൾ അമ്മ വീണ്ടും ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞേ? മാ ഫിർ ഹസ്നെ ലഗി, മാ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇവർ പുറത്തു പോകില്ല കേട്ടോ, ഇപ്പോൾ ഇവർ മുട്ടയിട്ടിട്ടുണ്ടാകും. അബ് ഇനോംനെ അണ്ടേ, അണ്ടെന്ന് വെച്ചാൽ എഗ്സ്, അണ്ടേ ദേ ദിയേ ഹോങ്കെ, മുട്ടയിട്ടിട്ടുണ്ടാകും. നികലേങ്കി കൈസെ നഹി, പിതാജി ബോലെ और बाहर से लाठी उठा लाए. നികലേങ്കി കൈസെ നഹി, എങ്ങനെ പുറത്തു പോകാതിരിക്കും? പിതാജി അത് കേട്ടിട്ട് കട്ടിപ്പിച്ച് ചോദിക്കുക, എങ്ങനെ പുറത്തു പോകാതിരിക്കും? പിതാജി ബോലെ और बाहर से, ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ബാഹർ സെ ലാഠി ഉഡാ ലായേ, പുറത്തു നിന്ന് ലാഠി, ഒരു വടി എടുത്തുകൊണ്ട് വന്നു. ഇസി ബീച്ച് ഗൗരയ്യ ഫിർ ഘോസലെ മേ ജാ ബൈഠി തീ. ഇതിനിടയ്ക്ക് കുരുവികൾ എന്ത് ചെയ്തു? ഫിർ ഘോസലെ മേ ജാ ബൈഠി തീ, അവർ തിരിച്ച് വീണ്ടും അവരുടെ കൂട്ടിലേക്ക് പോയിരുന്നു. ഉനോംനെ ലാഠി ഊഞ്ചി ഉഠാക്കർ പങ്കെ കെ ഗോളെ കോ ടക്കോര. പിതാജി എന്ത് ചെയ്തു? ലാഠി എടുത്തുകൊണ്ട് വന്നിട്ട് ലാഠി ഊഞ്ചി ഉഠാക്കർ, അത് ഉയരത്തിൽ ഇങ്ങനെ പൊക്കിയിട്ട് പങ്കെ കെ ഗോളെ കോ ടക്കോര, ഫാനിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ തട്ടി, ടക്കോര. ചീം ചീം കർത്തി ഗൗരയ്യാം ഉടുക്കർ പർദേ കെ ഡണ്ടേ പർ ജാ ബൈഠി. അങ്ങനെ ഫാനിൽ തട്ടിയപ്പോൾ കുരുവികൾ എന്ത് ചെയ്തു? അവർ ചീം ചീം എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നു പോയി എവിടെയിരുന്നു? പർദേക്കെ ഡണ്ടേ, പർദേക്കെ ഡണ്ടേ എന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ കമ്പിയിൽ പോയി ഇരുന്നു. ഇത്തനി തക്ലീഫ് കർണേക്ക് ക്യാ ജറൂരത് ഥി, पंखा चला देते तो ये उड़ जाती, माँ ने हंसकर कहा. അമ്മ എന്താ പറഞ്ഞു? ഇതെല്ലാം കണ്ടിട്ട് അമ്മ എന്താ പറഞ്ഞ? ഇത്തനി തക്ലീഫ് കർണേക്ക് ക്യാ ജറൂരത് ഥി, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത്തനി തക്ലീഫ് കർണേക്ക് ക്യാ ജറൂരത് ഥി, പങ്ക ചലാ ദേത്തെ, ഫാൻ ഇട്ടിരുന്നെങ്കിൽ തൊയെ ഉഡ് ജാത്തി, ഫാൻ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവ പറന്നു പോയേനെ. മാനെ ഹസ്കർ കഹ, ഇതും എന്താ അമ്മ ചിരിച്ചുകൊണ്ടാ പറയുന്നത്. പിതാജി ലാഠി ഉഠായെ പർദ്ദേക്ക് ഡണ്ടേക്ക് ഓർ ലബ്കെ. ഇത് കേട്ടിട്ട് അച്ഛൻ വിട്ടോ? അച്ഛൻ പരിപാടി ഒന്നും മതിയാക്കിയില്ല. അച്ഛൻ വീണ്ടും വടിയെടുത്ത് കട്ടൻ കമ്പിയുടെ അടുത്തേക്ക് പോയി. പിതാജി ലാഠി ഉഠായെ പർദ്ദേക്ക് ഡണ്ടേക്ക് ഓർ ലബ്കെ. ഏക് ഗൗരയ്യ ഉഡ്കർ കിച്ചൻ के दरवाजे पर जा बैठी, दूसरी सीढ़ियों वाले दरवाजे पर. കർട്ടൻ്റെ അടുത്തേക്ക് വടിയുമായിട്ട് അച്ഛൻ ചെന്നപ്പോൾ ഒരു കുരുവി എന്ത് ചെയ്തു? ഏക് ഗൗരയ്യ ഉഡ്കർ കിച്ചൻ കെ ദർവാസെ പർ ജാ ബൈഠി, അടുക്കളയുടെ വാതിലിൽ പോയിരുന്നു. ദൂസര ക്യാ കിയാ,
ദൂസരി സീഡിയോം വാലെ ദർവാസെ പർ, അടുത്തത് കോണിപ്പടിയുടെ വാതിൽ പോയിരുന്നു. മാ ഫിർ ഹസ്ദി, तुम तो बड़े समझदार हो जी, सभी दरवाजे खुले हैं और तुम गौरैयों को बाहर निकाल रहे हो. एक दरवाज़ा खुला छोड़ो, ബാക്കി ദർവാസെ ബന്ദ് കർ ദോ, തഭിയെ നികലെങ്കി. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? തും തോ ബഡേ സമജ്ദാർ ഹോ ജി, നിങ്ങൾ വലിയ ബുദ്ധിമാനാണല്ലോ. സഭി ദർവാസെ ഖുലെ ഹേ ഓർ തും ഗൗരയ്യോം കോ ബാഹർ നികാൽ രഹേ ഹോ, എല്ലാ വാതിലുകളും തുറന്നു കിടക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ കുരുവികളെ പുറത്താക്കുന്നു. ഏക് ദർവാസ ഖുലാ ഛോടോ, ബാക്കി ദർവാസെ ബന്ദ് കർ ദോ, തഭി യെ നിക്കലേങ്കി. അമ്മ എന്താ പറഞ്ഞേ? ഏക് ദർവാസ ഖുലാ ഛോടോ, ഒരു വാതിൽ തുറന്നിടൂ, ബാക്കിയുള്ള വാതിലുകൾ അടയ്ക്കൂ. ബാക്കി ദർവാസെ ബന്ദ് കർ ദോ, അടയ്ക്കൂ, അപ്പോഴേ ഇവ പുറത്തു പോകൂ. തഭിയെ നിക്കലേങ്കി. अब पिताजी ने मुझे छिड़क कर कहा, तू खड़ा क्या देख रहा है, जा दोनों दरवाजे बंद कर दे. मैंने भाग कर दोनों दरवाजे बंद कर दिए. കേവൽ കിച്ചൻ വാല ദർവാസ ഖുലാ രഹ. ഇതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണല്ലോ ഞാൻ. അപ്പോൾ പിതാജി എന്താ പറഞ്ഞേ? പിതാജി എന്നെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ചിടക്കർ കഹാ, തൂ ഖടാ ക്യാ ദേഖ് രഹാ ഹൈ, നീ അവിടെ നിന്ന് എന്ത് നോക്കി നിൽക്കുക, ജാ ചെല്ല്, ദോനോം ദർവാസെ ബന്ദ് കർ ദേ, രണ്ട് വാതിലുകളും അടയ്ക്ക്. मैंने भाग कर, ഞാൻ ഓടിപ്പോയി, ദോനോം ദർവാസെ ബന്ദ് കർ ദിയെ, രണ്ട് വാതിലുകളും അടച്ചു. കേവൽ കിച്ചൻ വാല ദർവാസ ഖുലാ രഹ, എന്ത് ചെയ്തു? കിച്ചൻ വാല ദർവാസ മാത്രം തുറന്നിട്ടിട്ട് മറ്റ് വാതിലുകൾ എല്ലാം അടച്ചു. പിതാജി ने फिर लाठी उठाई और गौरैयों पर हमला बोल दिया. പിതാജി എന്ത് ചെയ്തു? പിതാജി വീണ്ടും ഫിർ ലാഠി ഉടായി, വീണ്ടും വടിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഓർ ഗൗരയോ പർ ഹംല ബോൽ ദിയ, അവരെ ആക്രമിക്കാനായിട്ട് ചെന്നു ഉദ്ദേശിക്കുന്നത് വടി ഉപയോഗിച്ച് അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെന്നു എന്നാ. ഏക് ബാർ തോ ചൂൽത്തി ലാഠി മാക്കെ സിർ പർ ലഗ്തെ ലഗ്തെ ബച്ചി. എന്ത് പറ്റി? ഇവരെ ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ വടി വീശുകയാണല്ലോ. ആ സമയത്ത് ഒരു പ്രാവശ്യം ആടുന്ന വടി അമ്മയുടെ തലയിൽ തട്ടാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ചൂൽത്തി ലാഠി മാക്കെ സിർ പർ ലഗ്തെ ലഗ്തെ ബച്ചി, സിർ എന്ന് പറഞ്ഞാൽ തലയിൽ കൊള്ളാതെ, ലഗ്തെ ലഗ്തെ ബച്ചി, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ചീം ചീം കർത്തി ചിടിയ കഭി ഏക് ജഗ തോ കഭി ദൂസരി ജഗ ജാ ബൈഠി. ഇതുപോലെ അച്ഛൻ ഇവരെ വടി ഉപയോഗിച്ച് ഓടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചിടിയ എന്ത് ചെയ്തു? കഭി ഏക് ജഗ, ഒരു സ്ഥലത്ത് നിന്ന്, തോ കഭി ദൂസരി ജഗ ജാ ബൈഠി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഇരിക്കാൻ തുടങ്ങിയവർ. ആഖിർ ദോനോം കിച്ചൻ കി ഓർ ഖുൽനെ വാലെ ദർവാസെ മേം സെ ബാഹർ നികൽ ഗയി. അവസാനം അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് തുറക്കുന്ന വാതിലിലൂടെ പുറത്തിറങ്ങിപ്പോയി. ആഖിർ അവസാനം, ദോനോ കിച്ചൻ കി ഓർ ഖുൽനെ വാലി ദർവാസെ മേം സെ ബാഹർ നികൽ ഗയി. മാ താലിയ ബജാനെ ലഗി. ഇത് കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? താലിയാം ബജാനെ ലഗി എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ തുടങ്ങി. പിതാജിനെ ലാഠി ദീവാർ കെ സാത്ത് ടിക്കാക്കർ രഖ് ദി ഓർ ഛാത്തി ഫൈലാത്തെ കുർസി പർ ആ ബൈഠേ. പിതാജി എന്ത് ചെയ്തു? ലാഠി, വടി, ദീവാർ എന്ന് പറഞ്ഞാൽ എന്താ? ചുവര്. വടി ചുവരിൽ, ടിക്കാക്കർ രഖ് ദി, ചാരി വെച്ചിട്ട്, ഛാത്തി ഫൈലാത്തെ എന്ന് പറഞ്ഞാൽ നെഞ്ച് വിരിച്ച്, കുരുവികളെ സക്സസ്ഫുള്ളായിട്ട് പുറത്താക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പിതാജി വടി ദീവാർ കെ സാത്ത് ടിക്കാക്കർ, ചുമരിൽ ചാരി വെച്ചിട്ട്, ഛാത്തി ഫൈലാത്തെ നെഞ്ച് വിരിച്ച്, കുർസി പർ ചെയറിൽ പോയി, കുർസി പർ ആ ബൈഠേ, ചെയറിൽ വന്ന് അങ്ങനെ ഇരിക്കുക. ആജ് ദർവാസെ ബന്ദ് രഖോ, उन्होंने हुक्म दिया, एक दिन अंदर नहीं घुस पाएंगी तो घर छोड़ देंगी. അച്ഛൻ എന്ത് പറഞ്ഞു? ഇന്ന് വാതിലുകൾ അടച്ചിടുക. ആജ് ദർവാജെ ബന്ദ് രഖോ, ഉനോനെ ഹുക്കും ദിയ. എന്താ ചെയ്ത? ഓർഡർ ഇടുക ചെയ്തേ, ആജ്ഞാപിച്ചു. ഇന്ന് എല്ലാ വാതിലുകളും അടച്ചിടുക. ഏക് ദിൻ അന്തർ നഹി ഘുസ് പായെങ്കി തോ ഘർ ഛോഡ് ദേഗി. ഒരു ദിവസം അവർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവ വീടുപേക്ഷിച്ച് പൊക്കോളും.
അന്തർ ഘുസ് പായെങ്കി എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കാൻ കഴിയുക. തോ ഘർ ചോട് ദേങ്കി, വീട് ഉപേക്ഷിച്ച് പൊക്കോളും അകത്ത് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ. തഭി പങ്കേ കെ ഊപ്പർ സേ ചീം ചീം കി ആവാസ് സുനായി പടി. അപ്പോഴെന്താ, അങ്ങനെ അച്ഛൻ ഓർഡറൊക്കെ ഇടുന്ന സമയത്ത് ഫാനിൻ്റെ മുകളിൽ നിന്ന് ചീം ചീം ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഓർ മാ ഖിൽ ഖിലാക്കർ ഹസ്ദി. ഈ ശബ്ദം കേട്ടതും അമ്മ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. मैंने सिर उठाकर ऊपर की ओर देखा. दोनों गौरैया फिर से अपनी घोंसले में मौजूद थी. ഞാൻ എന്ത് ചെയ്തു, തല ഉയർത്തി മുകളിലേക്ക് നോക്കി. ദേ അപ്പോഴുണ്ട് 2 കുരുവികളും വീണ്ടും അവയുടെ കൂട്ടിൽ തന്നെ തിരിച്ചെത്തി, അവിടെ ഉണ്ട്. ഏതാ അവയുടെ കൂട്? നമ്മുടെ വീടിൻ്റെ ഫാനിൽ അല്ലേ, അവർ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. ദോനവും ഗൗരയ്യ ഘോസലെ മൗജൂദ് ഥി, 2 പേരും അവിടെ ഹാജരാണ്. ദർവാസയ്ക്ക് നീച്ചേ സേ ആ ഗയി ഹെ മാ ബോലി. അപ്പോൾ അമ്മ പറയുക, ദർവാജയ്ക്ക് നീച്ചേ സേ ആ ഗയി ഹെ, വാതിലിൻ്റെ അടിയിൽ കൂടി വന്നതാ. അമ്മ പറഞ്ഞു, മേനെ ദർവാജയ്ക്ക് നീച്ചേ ദേഖ. അപ്പോൾ അമ്മ പറയുന്നത് കേട്ടിട്ട്, മേനെ ദർവാജയ്ക്ക് നീച്ചേ ദേഖ, ഞാൻ വാതിലിൻ്റെ അടിയിൽ നോക്കി. സച്ച് മുച്ച് ദർവാജോം കെ നീച്ചേ ഥോടി ഥോടി ജഗ ഖാലി ഥി. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിക്കും ദർവാജയ്ക്ക് നീച്ചെ, അതിൻ്റെ താഴെ, വാതിലിൻ്റെ താഴെ ചെറിയ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഇത് കയറിയിരിക്കുന്നത്. പിതാജിക്കോ ഫിർ ഗുസ ആ ഗയാ, മാ മദത് തോ കർത്തി നഹി ഥി, ബൈഠി ഹസേ ജാ രഹി ഥി. എന്ത് പറ്റി? ഇതൊക്കെ എത്രയൊക്കെ ആയപ്പോൾ പിതാജിക്കോ ഫിർ ഗുസ ആയ, ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ കുരുവികളെ പുറത്താക്കിയിട്ട് ഒന്ന് നെഞ്ച് വിരിച്ച് കസേരയിൽ വന്ന് ഇരുന്നപ്പോൾ തന്നെ അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതായപ്പോഴത്തേക്കും ഫിർസെ ഗുസ ആയ, പിതാജിക്ക് വീണ്ടും ദേഷ്യമായി. മാ, ഈ സമയം അമ്മ എന്താ ചെയ്യുന്നത്? മാ മദത്തോ കർത്തി നഹി ധി, ബൈഠി ഹസേ ജാ രഹി ധി. മദത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. അമ്മ സഹായം ചെയ്യാത്തത് പോട്ടെ, അതിന് പുറമെ അമ്മ അവിടെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക.